സലാം സാർ, അത് ഡിമാൻഡ് ചർച്ച ചെയ്തോ? ഡിമാൻഡിൽ ചർച്ച ചെയ്തോ? സാർ, 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ആക്ടിന്റെ ഭേദഗതിയിലൂടെ കടൽ ഖനനത്തിന് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ മേഖല പങ്കാളിത്തം കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ മണ്ഡലമായ അമ്പലപ്പുഴ മുതൽ വർക്കല വരെ ഇപ്പോൾ ടെൻഡറിലേക്ക് പോവുകയാണ്. ഇവിടെ 2 അംഗങ്ങൾ, മൂവാറ്റുപുഴ അംഗവും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരും, അദ്ദേഹം ഇവിടെ തോട്ടപ്പള്ളിയെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് സാർ. തോട്ടപ്പള്ളി സ്പിൽവേ 320 മീറ്റർ വീതിയാണ്. പണ്ട് പൊഴി തുറന്നുകൊണ്ടിരുന്നത് 60 മീറ്റർ മാത്രമായിരുന്നു. ഈ പ്രളയത്തിന്റെ സന്ദർഭത്തിൽ സയന്റിഫിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി വീതി പൂർണ്ണമായി അതേ വീതിയിൽ തന്നെ പൊഴി മുറിക്കണം എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും അതിന്റെ ഭാഗമായി കിഴക്കൻ വെള്ളം സമുദ്രത്തിലേക്ക് നിലയിലേക്ക് വന്നൊരു കാര്യമാണ്. അല്ല സാർ, ഞാൻ പറഞ്ഞത് ഈ കേന്ദ്രത്തിന്റെ കടലിന്റെ അടിത്തട്ടിലെ ധാതു ഖനനത്തെയും ഇതുമായി ഒരുമിച്ച് ചേർത്ത് വെച്ച് പറയുകയാണ്, തെറ്റായി പറയുകയാണ്. ആ പൊഴിമുഖത്തെ ആ മണ്ണ് മാറ്റുന്നതും കടലിന്റെ അടിത്തട്ടിലെ ഖനനവും തമ്മിൽ ഒരുപോലെ അവതരിപ്പിക്കപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സാർ, ഞാൻ പറയുന്ന കാര്യം, കടലിന്റെ അടിത്തട്ടിലെ ഖനനം മൂലം ഏതെല്ലാം മത്സ്യ ഇനങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, ഇതിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണ പ്രകാരം നടത്താൻ ഉദ്ദേശിച്ച കടലിന്റെ അടിത്തട്ടിലെ ധാതു ഖനനം ടെറിട്ടോറിയൽ മേഖല, പ്രത്യേക സാമ്പത്തിക മേഖല, ആഴക്കടൽ മേഖല എന്നിവിടങ്ങളാണ് നടക്കുന്നത്. ഈ പ്രദേശത്തുള്ള കടൽ ഖനനം കേരള തീരത്തിൽ ലഭ്യമായ കരിക്കാടി, സാൻ ലോബ്സ്റ്റർ, കലവ, പല്ലിക്കോര, പൂവാലൻ, പുല്ലൻ ചെമ്മീൻ, ചാള, അയില, നെത്തോലി, കണവ, കൂന്തൽ തുടങ്ങിയ കയറ്റുമതി പ്രാധാന്യവും ആഭ്യന്തര ഉപയോഗത്തിൽ പ്രധാനപ്പെട്ടതുമായ മത്സ്യങ്ങളുടെ ലഭ്യതയെ കാര്യമായി ബാധിക്കും, കുറവുണ്ടാകുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത്.